ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈന്തപ്പഴം നാരങ്ങ അച്ചാറാണ്. ഈ മാസം എനിക്ക് കുറേയധികം ഓർഡറുകൾ ലഭിച്ച ഒരു അച്ചാറാണിത്. ഞാൻ ബിസിനസ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് എൻ്റെ അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അച്ചാറുണ്ടാക്കി സാമ്പിളുകൾ കൊടുത്തു. ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്, സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ചിലർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമല്ലോ. അങ്ങനെ അവരുടെ മൗത്ത് പബ്ലിഷിംഗ് വഴിയാണ് എനിക്ക് ഫസ്റ്റ് ഓർഡറുകളൊക്കെ കിട്ടിത്തുടങ്ങിയത്. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കുണ്ടാകുന്ന ആദ്യത്തെ നഷ്ടമൊന്നും നോക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഓർഡറുകൾ നമ്മെ തേടി വീട്ടിലെത്തും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നന്നായി ടേസ്റ്റിലുണ്ടാക്കണം. അവർ പറയുന്ന കറക്റ്റ് സമയത്ത് നമ്മൾ സാധനം എത്തിച്ചിരിക്കണം. കൃത്യത അത് എല്ലാത്തിനും ആവശ്യമാണല്ലോ. ആഴ്ചയിലൊക്കെ ഒരു 100 രൂപ പോലും വരുമാനമില്ലാത്ത ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം. ചിലർക്കൊക്കെ ആഗ്രഹമുണ്ട് ഇറങ്ങിയാൽ തന്നെ എങ്ങനെ ഓർഡർ പിടിക്കണമെന്ന് അറിയില്ല. ഞാനീ ചെയ്തതുപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്കും ഓർഡറുകൾ കിട്ടിത്തുടങ്ങും. പിന്നെ അച്ചാർ തയ്യാറാക്കി 2 ദിവസത്തിന് ശേഷം പായ്ക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ, വിനാഗിരിയും ഉപ്പ് വിട്ട് കുറേ നാൾ വെച്ചിരുന്നതാണേ. ഈന്തപ്പഴം കുരു കളഞ്ഞ് വിനാഗിരി ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് അച്ചാർ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കുമ്പോഴുണ്ടല്ലോ ഈ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. വിനാഗിരി ഇട്ട് വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഞാനിത് ശ്രദ്ധിച്ചാണ് ഇളക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ അലുത്തിട്ടുള്ള നാരങ്ങയാണ്. വിൽക്കാനായി അച്ചാർ തയ്യാറാക്കുമ്പോൾ ഒരേ സൈസിലുള്ള ഈന്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. താങ്ക് യു.